ഹലോ. രാവിലെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ഐശ്വര്യമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു പുതിയ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ പരിപാടി എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ എൻ്റെ ഒരു കബോർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അമ്മയുടെ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതൊന്നും നോക്കണ്ട. അമ്മ എന്തിനാണ് ഈ ബിയർ ബോട്ടിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ 2 വർഷം മുന്നേ ഇട്ടൊരു വൈൻ ബോട്ടിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വൈൻ ഉണ്ട്. തൽക്കാലം അതോടെ ഇരിക്കട്ടെ. നമ്മുടെ പരിപാടി വേറെയാണ്. അപ്പം അതിൽ നിന്നൊരു 5 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാനിങ്ങ് എടുത്തു. നേരെ ഷോപ്പിലെത്തി. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൊമ്പൂച്ചെ ഡ്രിങ്ക് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഈ സ്കോബി വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി. എന്ന് വിചാരിക്കും ചെയ്യണമെന്ന്, പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനുള്ള ഡ്രിങ്ക് റെഡിയാക്കി. മീൻസ് തേയിലവെള്ളം അതാണ് നമ്മൾ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേയിലവെള്ളം റെഡിയാക്കിയിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ സ്കൂബി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് ഒരു 14 ദിവസം വെക്കണം കേട്ടോ. 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് വെക്കേണ്ടത്. അപ്പോഴേക്കും ഇത് സ്കൂബി നന്നായിട്ട് വളർന്ന് വലുതായി സെറ്റാവും, ഫെർമെൻറ്റഡ് ആവും. എന്നിട്ടാണ് നമ്മളിതെടുത്ത് ഡ്രിങ്ക് ആക്കുന്നത് കേട്ടോ. അപ്പോൾ 14 ദിവസം ഇനി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കൊമ്പൂച്ച എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് കേട്ടോ. നല്ല ഡൈജഷനൊക്കെ വളരെ ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കേ.